ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിലയാണ്. ആ വിലക്ക് നമുക്ക് കൊടുക്കാം. ഈ വിലക്കൊന്നും വണ്ടി ഒരിക്കലും കിട്ടൂല. മാർക്കറ്റ് റേറ്റിനൊക്കെ 1-2 ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 1-2 അതെ. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നിങ്ങൾ അന്വേഷിക്കുക, തീർച്ചയായിട്ടും അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2018 ഓട്ടോമാറ്റിക് ആട്ടോ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ZDA ആണ് വരുന്നത്. സെക്കൻഡ് RC ഓണർ ആണ് വരുന്നത്. നമ്പർ ആയിട്ടുണ്ട് ഏകദേശം. ഇത് നമുക്ക് ഏകദേശം 5.4 വരും. ഫ്രണ്ട്സ്, ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഒക്കെ നോക്കുന്നവർക്ക് ഫുൾ ഓണിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റകളൊക്കെ നല്ല കളക്ഷൻസ്. ഇനി ചെറുകാറുകൾ വേണോ, അത് നല്ല ഫാമിലി കാർസ്, ചെറിയ ചെറിയ ബഡ്ജറ്റിന് കൊണ്ടുപോകുന്ന നല്ല കിഡ്ലം BMW, അത്യാവശ്യം അൾട്രേഡ് ഒക്കെ ആയിട്ടുള്ള നല്ല കിഡ്ലം കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ഫുൾ ഓണിലൊക്കെ ഇന്നോവ നോക്കുന്നവർ മിസ്സാക്കേണ്ട. MKലാണ് നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത്. ഫൈസൽക്കാണ്. ഫൈസൽക്ക, നമുക്ക് ജസ്റ്റ് ഒന്നൊരു ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങൾ. ലൊക്കേഷൻ വെള്ളാമ്പ്രം. എല്ലാ പ്രാവശ്യം പറഞ്ഞവർക്ക് വെള്ളാമ്പ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞോളേ, മലപ്പുറം ജില്ലയിലെ പിന്നെ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്തിന് കൊണ്ടോട്ടി എയർപോർട്ടിനൊക്കെ ഇടയിലായിട്ടാണ് ഒരു പിന്നെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി ഹൈവേയിലാണ്, പാലക്കാട് റോഡ് ഹൈവേയിൽ, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ. അപ്പൊ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കിഡ്ലം ഇന്നോവ അല്ല. ഇതെങ്ങനെയായിരുന്നു ഫൈസൽ? 2015 മോഡൽ G4 ആട്ടോ. നിലവിൽ കേൾട്ടും BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പോളി ഇന്റീരിയർ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയൊരു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഏകദേശം 1.1 കോടിയുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടിയായിരുന്നു. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് 8.4 അല്ലേ? നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പാർട്ടിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അതുമല്ല, അത് ക്രിസ്റ്റയുടെ അലവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു എക്സ്ട്രാ തന്നെയാണ്. ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ട്. ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതും പറയാണ്. അതെ, അല്ലെങ്കിൽ എന്തായാലും 6-6.7 രൂപ എന്തായാലും കിട്ടൂല. അടുത്തൊരു കിഡ്ലൻ ടൈഗുണാണ്. അതും നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഫൈസൽക്ക്? അതിന്റെ 2022 വണ്ടി വരുന്നത്. 1,10,000 ആകെ ഓടിയിട്ടുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. പക്ഷെ ചെറിയൊരു ക്ലെയിം കാര്യങ്ങൾ വന്നിട്ടുണ്ട് വണ്ടിക്ക്. നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓണർ ആട്ടോ വണ്ടി. സിംഗിൾ ഓണർ ആണ് അല്ലേ? അതെ. എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന്? 10.4 വിലയാണ്. ആ വിലക്ക് നമുക്ക് കൊടുക്കാം. ഈ വിലക്കൊന്നും വണ്ടി ഒരിക്കലും കിട്ടൂല. മാർക്കറ്റ് റേറ്റിനൊക്കെ 1-2 ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 1-2 അതെ. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നിങ്ങൾ അന്വേഷിക്കുക, തീർച്ചയായിട്ടും അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്നുള്ള ഇവിടെ വിളിച്ച് ഞാൻ നമുക്ക് പിന്നെ ലാസ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ ഒത്തിരി i20s പരിചയപ്പെട്ടിരുന്നു. ഇതിലാണ് ഒരു വൈറ്റ് എലൈറ്റ് i20. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? അത് 2015 ആട്ടോ. എലൈറ്റിന്റെ പിന്നെ സെക്കൻഡ് ജനറേഷൻ ആണ്. ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.40 പോയിട്ടുള്ളൂ. അത് ആസ്റ്റ് ഏറ്റവും ഫുൾ ഓൺ ഡീസലാ വരിക കേട്ടോ. ഡീസലാണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മൾ? 4.75. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡാണല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം നമുക്കൊരു 3-3.5 ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റൂല. നമുക്ക് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് മോഡൽ 2019 ആട്ടോ. 2019 ഫസ്റ്റ് ഓണർ ആ വണ്ടി വരുന്നത്. കമ്പനി സർവീസ് കറക്റ്റ് വണ്ടി കിടക്കുന്നുണ്ട്. അത് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ പ്ലസ് ആണ് വരുന്നത്, ഡീസലാണ്. ഫൈനൽ വിലയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് 7.95 ഫൈനൽ വില, നെറ്റ് പ്രൈസ് ആണ് അല്ലേ? അതെ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? എന്തായാലും നമുക്കൊരു 1 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 1 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് ലാസ്റ്റ് പാർട്ടിലൂടെ പ്രസ് പരിചയപ്പെടുത്തി. ഇതിലും നമുക്കൊരു ഡീസൽ പ്രസ് ഉണ്ട്. 18-20 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ഓട്ടോമാറ്റിക് ആട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ZDA ആണ് വരുന്നത്. സെക്കൻഡ് RC ഓണർ ആണ് വരുന്നത്. കിലോമീറ്റർ ഞാൻ പറഞ്ഞു 1.29 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത്യാവശ്യം അതാണ് സർവീസ് കാര്യങ്ങൾ ഇതും കിട്ടും, മൈലേജ് കിട്ടും, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കേട്ടോ. അപ്പൊ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന്? ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് 7.75. ഒരു 7,75,000 രൂപ. ഏകദേശം 10-15 രൂപ വണ്ടി ഇറക്കാം. ഇനി ഇവിടെ അങ്ങോട്ട് ഇന്നോവന്റെ ഒരു ചാകര തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡ്ലം വണ്ടി, ഇന്റർ കൂളറിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2012 കേട്ടോ. 2012 G4 ആണ് വണ്ടി വരുന്നത്. 1.10 ഓടിയിട്ടുണ്ട്. മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ചോദ്യം എങ്ങനെയായിരുന്നു? എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 6.4. ലോൺ ഏകദേശം എത്ര? ലോൺ നമുക്ക് ഏകദേശം ഒരു 4-4.5 വരെ ലോൺ ചെയ്യാം. 4-4.5 ലോൺ ചെയ്യാം.
ഞാൻ ഇതിന്റെ ഒരു സിൽക്കി ഗോൾഡ് അല്ലേ? അതെ, അത് സെയിം ആണ്. 2012 സിൽക്കി ഗോൾഡ് ആണ്. ഇത് ഓണർഷിപ്പ് വരുന്നത് ഏകദേശം അതായത് ഓണർഷിപ്പ് തേർഡ് വരുന്നത്. 260 ഓടിയിട്ടുണ്ട്. G4 കേട്ടോ. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ? റീപ്ലേസ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡഡ് അല്ല, അതൊന്നുമല്ല. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് അതേ സെയിം ആണ് നമ്മൾ വില ചോദിക്കുന്നത്. 6.25 ചോദിക്കുന്നത്. 6.25 ചോദിക്കുന്നത്. 4.5 ലോൺ ചെയ്യാം. അതെ. ഞാൻ ഒരു പിന്നെ സിൽവർ ഫിനിഷിങ് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2013 കേട്ടോ. 2013 G4 ആണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് 5th വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പ്രൈസിന് ഈ വില വണ്ടി കൊടുക്കുന്നുണ്ട്. 13 ആണെങ്കിലും കൊടുക്കുന്നുണ്ട്. 13 ആണെങ്കിലും നമുക്ക് ആ വിലക്ക് ഇത് കൊടുക്കാം. 2012 ആ വിലക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിന്റെ ഒരു വൈറ്റ് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2011 വണ്ടി കേട്ടോ. ഇത് നമ്പർ ആയിട്ടുണ്ട് ഏകദേശം. ഇത് നമുക്ക് ഏകദേശം 5.25 വരും. 5.25 ലോൺ ഒരു 3.5-4 ഒക്കെ ചെയ്യാം. ലോണും ചെയ്യാൻ പറ്റില്ല. ഞാൻ അടുത്തൊരു സിൽവർ ഫിനിഷിങ് ഇത് 2016 കേട്ടോ. ശരിക്കും അതും 16 ലാസ്റ്റ് വണ്ടിയാണ് വരുന്നത്. ഇന്നോവയില് G4 ആണ്. സെക്കൻഡ് ഓണർ ആട്ടോ ഇത് വരുന്നത്. നമ്പറായ വണ്ടിയാണ്. 1.65 ഓടിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് 9.25 കേട്ടോ. 9.25 ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടുവാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലും അലോയ്സ് കാര്യങ്ങളൊക്കെ ക്രിസ്റ്റയുടെ അലോയ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. എല്ലാം വരുന്നുണ്ട്. 9.25 അതെ അതെ അതെ. ഒരു 8-8.5 ലോൺ ചെയ്തുകൂടാ? ആകെ ചെയ്യാം. ഇതന്നെ ഒരു സിൽക്കി ഗോൾഡ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് പിന്നെ ഏറ്റവും മോഡൽ കുറഞ്ഞൊരു വണ്ടി നമ്മുടെ അടുത്ത് 2005 ഉള്ളൂ. പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് അൾട്രേഷനും ടൈഫോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളക്കാർക്ക് ഒരു 7 സീറ്റർ 8 സീറ്റർ വണ്ടി വേണമെന്നുള്ള ആളുകൾ 8 സീറ്റർ ആണ് വണ്ടി. അങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കാം. ഇത് ഏകദേശം നമുക്ക് ഫൈനൽ വിലയാണ് ഏകദേശം 3.45 വരും. 3.45 ഈ ഒരു കിട്ടുന്ന ഇന്നോവ. പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അതെ അതെ അതെ. എല്ലാം അല്ല റീ ആണ്. നമുക്ക് എന്ത് ചെയ്യാ പേപ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആ. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തൊരു കിടിലൻ കളറില് ഒരു റയർ പീസ് കളറില് അടിപൊളി ഇന്നോവ V ആണ് കേട്ടോ. V ആണ്. നല്ല വൃത്തിയുണ്ട്. നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 V ആട്ടോ. അത് ഓട്ടം നമുക്ക് 2.78 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒറിജിനൽ കേരള V ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഒരു രക്ഷയില്ല പറയാണ്. ഓക്കെ, അത്ര നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി ഒക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് 10.35. 10.35. ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാം? ഇത് ഏകദേശം നമുക്ക് ലോണൊക്കെ ഒരു 8.5-9 രൂപക്ക് കിട്ടും. അവരെ പാർട്ടിക്ക് അനുസരിച്ചാണ്. ഓക്കെ, ഒരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ അല്ല? അതെ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 ആണ്. Z ആണ്. ഏറ്റവും ഫുൾ ലോഡാണ് വരുന്നത്. അത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആട്ടോ. 1.60 ഓടിയിട്ടുണ്ട്. ഓക്കെ, ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അത്യാവശ്യം ഒരു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിറൊക്കെ നല്ല പൊളിയാണ്. ഇല്ല, മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ല. കമ്പനി ചെക്ക് ചെയ്യാം. G4 ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എങ്ങനെ? G4 ഓട്ടോമാറ്റിക് അല്ല, Z ഏറ്റവും ഫുൾ ലോഡ്. Z ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഏറ്റവും ഫുൾ ലോഡ്. ഏറ്റവും ഫുള്ളിൽ ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഫ്രണ്ട് ഒക്കെ ഈ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് 16.25 ഒരു 15 സെക്കൻഡ് ഓണർ ആട്ടോ. നമുക്ക് 15 ഏകദേശം നമുക്ക് 13 രൂപ വരെ ലോൺ കിട്ടും. ലോൺ കിട്ടൂല. അടുത്തൊരു കിടലം ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 2 വീൽ ഓട്ടോമാറ്റിക് ആട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ ആണ് വണ്ടി കിടക്കുന്നത്. ഇത് നമ്മൾ നമ്പർ ആക്കിയിട്ട് ഏകദേശം നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിനൊക്കെ നോക്കി നല്ല പൊളിയാണ് വരുന്നത് അല്ലേ? ഇതിന് നമുക്ക് നമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? 12 ലക്ഷം ലോൺ കിട്ടും. 12 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. ഫ്രണ്ട്സ്, നമ്മളിന്ന് MKL-ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പാർട്ടി ഇവിടെ തീരുകയാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളോമ്പുറത്താണ്. താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ്.